ഇവളുടെ അടുത്തേക്കൊന്നും നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അതായിരുന്നു നമുക്കൊക്കെ പറ്റിയ ഫോൾട്ട്. ഇവള് വന്ന് അവിടെ ഇരുന്നപ്പോ ഇവള് അപ്പൊ വീണ്ടും കുറച്ചും കൂടി തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഷബീന ബീബിയുടെ ചാനലില്. നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ്. അപ്പൊ കുറച്ചും കൂടി വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കേട്ടിട്ട് ബാക്കി പറയാം. ഇവക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ റൂമും ഇവളുടെ കാര്യങ്ങളെല്ലാം അവർ സ്പെഷ്യലായിട്ടും ഇവള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മാക്സിമം തടയാവുന്നതും അവന്മാര് ശ്രമിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എൻ്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. ചേച്ചിക്ക് അറിയാം, ഈ 21-ാം തീയതി മുതൽ ഇവള് 2-ാം തീയതി വരെയുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിൻ്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിൻ്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിൻ്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 2-ാം തീയതിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവളുടെ റൂം ഇവർക്ക് സെപ്പറേറ്റ് റൂമാണ്. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അവിടെ ഏതെങ്കിലും സ്റ്റാഫ് ഈ പറയുന്ന ഈ പാപ്പിലോണം ചമ്പരത്തി എന്നൊക്കെ പറയുന്നവന്മാരുടെ വീഡിയോസോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്മാരും വിളിച്ചത് വരത്തില്ല. പിന്നെ ഈ പെൺകൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി അവിടെ കുറേ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ട് വരാത്ത? ഇവളുടെ കുറേ വയറ് കാണിച്ച തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാർ നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവർ അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്. അതിനുശേഷം പിന്നെ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ ഡ്രഗ്സിന്റെ മാഫിയയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാൻ. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷേ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് തരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേര് എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറി ഉള്ളെങ്കിൽ പോലും എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺപിള്ളേരും ഒക്കെ എനിക്കുണ്ട്. എന്തായാലും അവര് അടിയുറച്ച് പറഞ്ഞിട്ട് ചെറിയൊരു അസൂയ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവർക്ക് സെപ്പറേറ്റ് റൂം ഉണ്ട്, അവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആൾക്ക് ഭയങ്കര പരിഗണന കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ജോലിയിൽ കൂടി കുറച്ചും കൂടി പരിഗണന ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും, ക്യാഷ് കൂടുതൽ കൊടുക്കുന്നുണ്ടായിരിക്കും എന്നായിരിക്കും എന്നാണ് എനിക്കും ചെറുതായിട്ട് തോന്നല്. നമ്മളെ പാട്ടുകാർ റിമി ടോമിയാണ് കേട്ടോ. ഇവർ രണ്ടാൾ ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഹണി റോസും റിമി ടോമിയും 21-ാം തീയതി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം വരാൻ കഴിയാത്തത് ഫ്ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട്, ഇവിടുത്തെ യുദ്ധത്തിന്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ ഇവള് വന്നു. എങ്ങനെ വന്നു? അതിന്റെ കുറെ കാരിയേഴ്സിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തരാൻ ചേച്ചി. മറ്റേ എന്താ പറയാ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം തരാം, ഫോട്ടോസ് തരാം. ഇവരൊക്കെ ഗോൾഡ് കാരിയേഴ്സാണ്. രേണുസുധീൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇവള് വെറുതെ ഇവളെ ഈ പറയുന്ന പെണ്ണുങ്ങൾ നാട്ടിൽ നിന്ന് ഇവന്മാരും കൊണ്ടുവരത്തില്ല. നമുക്ക് അറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇവിടെ ഈ രേണുസുധി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ, തങ്കച്ചൻ, ഇവറ്റകൾ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എനിക്ക് പറയാം യോഗ്യത ഇരിക്കുന്ന തരം താഴ്ന്നു പോകുന്നുണ്ടല്ലോ എന്നാണ് ആലോചിച്ച് പോകുന്ന. ഇത്രയൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, തെളിവ് സഹിതം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും വ്യക്തി ഇതുവരെക്കും ഒരു കാര്യം പുറത്തു പറഞ്ഞിട്ടില്ല. എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഹനാന്റെ സംഭവത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ, ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വീഡിയോ ഷഫീന ബിബിയോ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെതിരെ റിപ്ലൈ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഒരു അനക്കവും ഇല്ല. എന്താണ് പ്രശ്നമെന്നൊന്നും അറിയത്തില്ല. ഇനി ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് ഡൗട്ട് തോന്നും. ഇല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആള് ഇതെന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളൊരു തോന്നലും. അത് നിസ്സാര കാര്യമല്ല. ഇത് വന്നിട്ട് അവർ പറയുന്നുണ്ട്, പെൺവാണിഭം പറയുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലേക്ക് പറയുന്നത്. അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ഇന്ന് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നുമേ അറിയാത്ത രീതിയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. എനിക്ക് സാധാരണ ഒരാളെ കുറിച്ചിട്ട് ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രതികരിച്ചിരിക്കും. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഒരു ഡൗട്ടായിട്ട് എല്ലാവരുടെ മനസ്സിലും കിടപ്പുണ്ട്.